ചെറുപുഴ പഞ്ചായത്തിൽ സൂക്ഷ്മ പരിശോധനാ വേളയിൽ മാറ്റിവെച്ച 2 പത്രികകളും സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥി റോഷി ജോസിന്റെയും LDF സ്ഥാനാർത്ഥി സീമാ മുകുന്ദന്റെയും പത്രികകളാണ് ഇന്ന് സ്വീകരിച്ചത്. പത്രികയിൽ പരാമർശിച്ച കേസിലെ അവ്യക്തത മൂലം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി റോഷി ജോസിന്റെയും പത്രികയിൽ ജോലി സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിലെ പിഴവ് മൂലം 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സീമാ മുകുന്ദന്റെയും പത്രികകൾ സൂക്ഷ്മ പരിശോധനാ വേളയിൽ മാറ്റിവെച്ചിരുന്നു. അതാണ് വരണാധികാരി തിങ്കളാഴ്ച സ്വീകരിച്ചത്. സീമാ മുകുന്ദൻ നിലവിൽ ജോലി ചെയ്യുന്നില്ലെന്ന രേഖകൾ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പത്രിക സ്വീകരിച്ചത്. റോഷി ജോസിന്റെ പേരിലുള്ള ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപത്തെ തുടർന്നാണ് പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചിരുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 2019-ൽ ചിറ്റാരിക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാഞ്ഞങ്ങാട് അതിവേഗ കോടതി അധ്യാപകൻ കൂടിയായ ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരെ പരാതിക്കാരിയും സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇടത് സ്ഥാനാർത്ഥി റോഷിയുടെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വരണാധികാരി പത്രിക ജില്ലാ വരണാധികാരിയുടെ തീർപ്പിന് വിട്ടത്. തന്നെ കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയതാണെന്ന വിധി നിലനിൽക്കുകയാണെന്ന റോഷി ജോസിന്റെ വാദം അംഗീകരിച്ചാണ് വരണാധികാരി പത്രിക സ്വീകരിച്ചത്. ജില്ലാ വരണാധികാരിയുടെ നിർദ്ദേശവും തന്റെ വിവേചനാധികാരവും ഉപയോഗിച്ചാണ് പത്രിക സ്വീകരിക്കുന്നതെന്ന് വരണാധികാരി പറഞ്ഞു. റോഷിയുടെ നോമിനേഷൻ ഈ പറഞ്ഞ കേസിൽ ഇപ്പോൾ നിലവിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാലും കേസ് വിചാരണ നടക്കുന്ന സാഹചര്യം കൊണ്ടും റോഷിയുടെ നോമിനേഷൻ ഞാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് വേണമെന്നുള്ള നിർദ്ദേശമനുസരിച്ച് നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നോമിനേഷൻ സ്വീകരിച്ച് സ്ഥാനാർത്ഥി വിജയിച്ച് ഒരു മെമ്പറാകുന്ന ജനപ്രതിയാകുന്ന സാഹചര്യത്തിൽ ഈ കേസിന് വിധി വന്നാൽ അത് സ്വാഭാവികമായിട്ടും അത് പോകുന്നതും പിന്നീട് വരുന്ന എല്ലാ ശിക്ഷാ നടപടികളും ജോഷിക്കും ബാധകമാണ്. ജോഷിയുടെ നോമിനേഷൻ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. CPM-ന് തന്നെ പേടിയാണെന്നും കാലങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും റോഷി ജോസ് പ്രതികരിച്ചു. എനിക്കെതിരെയുള്ള വേട്ടയാടലുകൾ തുടരുകയാണ്. ഇന്ന് തുടങ്ങിയതല്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ മുതലും അതിനുശേഷവും ചെറുപുഴയിലെ CPM നേതൃത്വവും ഇടതുപക്ഷവും നിരന്തരം എന്നെ പീഡിപ്പിക്കുകയും എൻ്റെ പേരിൽ കള്ളക്കേസുകൾ കൊടുക്കുകയും എൻ്റെ രാഷ്ട്രീയ ജീവിതവും എൻ്റെ പൊതുജീവിതവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢവുമായ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു CPM-ന്റെ മുഖമാണ് ഇവിടെ ഇന്ന് വികൃതമായി ജനങ്ങളുടെ മുമ്പിലേക്ക് കാണാൻ സാധിക്കുക. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.